ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മാതൃകാ ചോദ്യ പേപ്പറാണ്. നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗത്ത് വരാൻ സാധ്യതയുള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, വെള്ളപ്പൊക്കുമാല എന്ന പാട്ട് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആദ്യത്തെ ചോദ്യം ഇതാണ്. വെള്ളപ്പൊക്കുമാല എന്ന പാട്ട് ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ സിനിമാ ഗാനം, നാടകഗാനം, നാടൻപാട്ട്, ഭക്തിഗാനം. നമ്മൾ ഏതാണ് ശരിക്കുള്ള ആൻസർ? നമുക്കറിയാം, നാടൻ പാട്ടാണ് അല്ലേ. നാടൻ പാട്ടാണ് വെള്ളപ്പൊക്ക മാല. അത് എഴുതിയ ആളെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരാണ്? പുലിക്കോട്ടിൽ ഹൈദരാണ്. ഇനി അടുത്തത്, പാട്ടിൽ പ്രധാനമായി പ്രതിപാദിക്കുന്ന ദുരന്തം എന്താണ്? എന്താണ് ഈ പാട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്? വരൾച്ചയാണോ, അതോ ഭൂകമ്പമാണോ, വെള്ളപ്പൊക്കമാണോ, കാട്ടുതീയാണോ? അപ്പോൾ നമുക്കറിയാം, അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ്. വെള്ളം പൊങ്ങുമ്പോൾ എന്നല്ല നമ്മുടെ പാഠത്തിന്റെ പേര്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അട്ടപ്പാടി, കുറ്റ്യാടി എന്നീ സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രകൃതി ദുരന്തം ബാധിച്ച പ്രദേശങ്ങൾ, ചരിത്ര പ്രസിദ്ധ നഗരങ്ങൾ, കൃഷിയിടങ്ങൾ. അപ്പോൾ അട്ടപ്പാടി, അതേപോലെ തന്നെ അതിൽ പറയുന്നതാണ് കുറ്റ്യാടി, അതായത് കുണ്ടിടിഞ്ഞ് ആളപായം വന്ന അട്ടപ്പാടി എന്നാണ് ആ വരികൾ അല്ലേ. കുണ്ടിടിഞ്ഞ് ആളപായം വന്ന അട്ടപ്പാടി, കൂറുവാൻ കുറ്റ്യാടിയും ജബൽ ഉതിർന്ന് ചാടി. നമ്മൾ പദ്യം വായിക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ അതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രദേശങ്ങളാണ്. എന്താണ്? പ്രകൃതി ദുരന്തം ബാധിച്ച പ്രദേശങ്ങളാണ് ഈ കവിതയിൽ പറയുന്ന അട്ടപ്പാടിയും കുറ്റ്യാടിയും. ഇനി അടുത്തത്, ഈ പാട്ടിന്റെ ഈണം സംബന്ധിച്ച് ഏത് പാട്ടിനോടാണ്? അപ്പൊ ഈണം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയാം, ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന പാട്ടിന്റെ ഈണത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഓത്തുപള്ളിയിൽ ഇരുന്നു നമ്മൾ. ഇനി അടുത്തത്, പാട്ടിലൂടെ കവി ഉയർത്തുന്ന പ്രധാന സന്ദേശം എന്താണ്? എന്താണ് ഈ പാട്ടിലൂടെ കവി പറയുന്നത്? മനുഷ്യന്റെ വീര്യം, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അലംഭാവം, സാങ്കേതിക പുരോഗതി, നഗരവൽക്കരണം. അപ്പോൾ ഇതിൽ ശരിക്കും എന്താണ് പറയുന്നത്? പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അലംഭാവമാണ് ഈ കവിതയിൽ പറയുന്നത് പ്രധാന സന്ദേശം. ഓക്കെ, അപ്പൊ വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗത്തിന്റെ പ്രധാന സന്ദേശം പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അലംഭാവമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം, ഭാഗം 2 നോക്കാം. വിശകലന കുറിപ്പാണ്. എന്തായാലും നമുക്ക് വിശകലന കുറിപ്പ്, പ്രതികരണ കുറിപ്പ്, ചർച്ചാക്കുറിപ്പ്, പിന്നെ ആസ്വാദന കുറിപ്പ്, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വെള്ളപ്പൊക്കമാല എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ചോദ്യങ്ങൾ വരാം എന്നാണ് നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ വിശകലന കുറിപ്പ് ഇതാണ് ചോദ്യം. വെള്ളപ്പൊക്കമാല എന്ന നാടൻ പാട്ടിന്റെ പ്രമേയവും പശ്ചാത്തലവും വിശദമായി വിശകലനം ചെയ്യുക. പാട്ട് അവതരിപ്പിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിക്കുക. അപ്പൊ ഈ പാട്ടിൽ പറയുന്ന പ്രധാന പ്രമേയം എന്താണ് ഈ പാട്ടിൽ പറയുന്നത്? വെള്ളപ്പൊക്കമാല കേരളത്തെ ബാധിച്ച ഭീകരമായ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു നാടൻ പാട്ടാണ്. ഇതൊരു നാടൻ പാട്ടാണ്. മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെയാണ് ഈ പാട്ട് ശക്തമായി അവതരിപ്പിക്കുന്നത്. പ്രത്യേകമായിട്ട് ഓർമ്മിച്ചു വെക്കുക. എന്താണ്? മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ പ്രകൃതി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെയാണ് ഈ പാട്ട് ശക്തമായി അവതരിപ്പിക്കുന്നത്. അട്ടപ്പാടി, കുറ്റ്യാടി, തിരുവിതാംകൂർ തുടങ്ങിയ സ്ഥലങ്ങൾ പരാമർശിക്കുന്നതിലൂടെ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നു. പ്രകൃതി കോപിച്ചാൽ മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാകുന്നു എന്ന സത്യമാണ് ഈ പാട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ പ്രകൃതിയോട് പല ദുരന്തങ്ങളും ചെയ്യുന്നു. പക്ഷെ നമ്മളോട് പ്രകൃതി ചെയ്താൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ, അതായത് പ്രകൃതി കോപിച്ചാൽ മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാണ്, പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഈ വെള്ളപ്പൊക്കമാല എന്ന നാടൻ പാട്ടിന്റെ പ്രമേയം. ഇനി അടുത്തത് ഒരു ചർച്ചാക്കുറിപ്പാണ്. ചോദ്യം ഇതാണ്. ഉണ്ടനർത്ഥം കേരളം എന്ന ഭാഗം മറ്റു പുരികളെല്ലാം, ആദ്യത്തെ വരികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവല്ലോ. വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗത്തിൽ ഉണ്ടനർത്ഥം കേരളം മറ്റു പുരികളെല്ലാം ഒന്നിയാൽ അതിനൊരു കയ്യും കണക്കുമില്ല അല്ലെ എന്ന ഭാഗം മനുഷ്യന്റെ വികസന മോഹവും അതിന്റെ ദുരന്ത ഫലങ്ങളും എങ്ങനെ വെളിപ്പെടുത്തുന്നു? പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക. മനുഷ്യൻ അനിയന്ത്രിതമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തെ ദുരന്തങ്ങളിലേക്ക് തള്ളിവിട്ടതെന്ന് ഈ വരികളിൽ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ മനുഷ്യന്റെ അനിയന്ത്രിതമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, മലനിരകളുടെ നശീകരണം, കാടുകളുടെ വെട്ടിത്തെളിക്കൽ, നദികളുടെ ഒഴുക്ക് തടയൽ തുടങ്ങിയ പ്രവൃത്തികൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നു. ഇതിന്റെ ഫലമായാണ് വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. മനുഷ്യൻ തന്റെ അത്യാഹിതമായ ആവശ്യങ്ങൾക്കായി പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഈ ഭാഗം നൽകുന്നത്. ഓക്കെ,
അപ്പൊ എന്താണ് ഇവിടെ നൽകുന്നത്? മനുഷ്യൻ അനിയന്ത്രിതമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നത്. ഇപ്പൊ മലനിരകളുടെ നശീകരണം, അതേപോലെ കാട് വെട്ടി തെളിക്കുക, നദികളുടെ ഒഴുക്ക് തുടങ്ങിയ പ്രവർത്തനങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നു. അപ്പോഴാണ് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. മനുഷ്യൻ തന്റെ അത്യാഹിതമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇനി അടുത്തൊരു നമുക്ക് പ്രതികരണ കുറിപ്പ് ചോദ്യം ചർച്ച ചെയ്യാം. വെള്ളപ്പൊക്ക ദുരന്തത്തെ കുറിച്ചുള്ള ഈ നാടൻ പാട്ട് ഒരു വിദ്യാർത്ഥിയായി നിങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ ആശയങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഈ നാടൻ പാട്ട് എന്നിൽ വലിയൊരു വേദനയും ചിന്തയും സൃഷ്ടിക്കുന്നു. ദുരന്തങ്ങളിൽ മനുഷ്യനും മൃഗവും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ മനസ്സിനെ അലട്ടുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത ഈ പാട്ട് ശക്തമായി ബോധ്യപ്പെടുത്തുന്നു. ഒരു വിദ്യാർത്ഥിയായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകേണ്ട ഉത്തരവാദിത്വം എന്നിൽ വളർത്തുന്നതിൽ ഈ പാട്ടിന് വലിയ പങ്കുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ഈ പ്രകൃതിയോട് ചെയ്യേണ്ടത്? നമ്മൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം. ഇനി അടുത്തത് ആസ്വാദനക്കുറിപ്പ്. വെള്ളപ്പൊക്കമാല എന്ന നാടൻ പാട്ടിന്റെ ഭാഷാ സൗന്ദര്യവും ആസ്വാദന മൂല്യവും വിലയിരുത്തുക. വെള്ളപ്പൊക്കമാല ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. നാടൻ പാട്ടിന്റെ സ്വാഭാവികതയും ജനകീയതയും ഈ പാട്ടിൽ വ്യക്തമായി കാണാം. യഥാർത്ഥ സംഭവങ്ങളെ അതീവ ശക്തമായ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഇതിന്റെ ആസ്വാദന മൂല്യം വർദ്ധിപ്പിക്കുന്നത്. സംഗീതവും അർത്ഥവും ചേർത്ത് ഒരു സാമൂഹിക സന്ദേശം മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്നതിൽ ഈ പാട്ട് വിജയിക്കുന്നു. അപ്പോൾ വെള്ളപ്പൊക്കമാല എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആസ്വാദനക്കുറിപ്പ് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇതിൽ എഴുതിയത്. പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് മികച്ചതാക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രതികരണ കുറിപ്പ്, ചർച്ചാ കുറിപ്പ്, അതേപോലെ തന്നെ നമ്മൾ വിശകലന കുറിപ്പും ഒക്കെ നമ്മൾ ചെയ്തു. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യോത്തരങ്ങൾ, അത് നമുക്ക് ചിലപ്പോൾ ഈ പാഠഭാഗത്തിന്റെ ഒരു ഭാഗം തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം എന്തായാലും വായിക്കാൻ പറയാമായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു പാസേജ് തരും, ഒരു ഗദ്യഭാഗമോ പദ്യഭാഗമോ തരും. അതിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാകും? 5 ചോദ്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ. അപ്പോൾ അതിൽ തന്നെ ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് വായിച്ചിട്ട് ആ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേ വേണ്ടു. അപ്പം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സമയം നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തുക. കാരണം ഒരുപാട് ചോദ്യങ്ങൾ, ചിലപ്പോൾ ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, ഓപ്ഷൻസ് ഇല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ സമയം ക്രമീകരിച്ച് അതൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അറിയാവുന്ന ചോദ്യങ്ങൾ റൗണ്ട് ഇട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്തിനൊക്കെ നമുക്ക് ഈ 15 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ചിലപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം, ചിലപ്പോൾ അഡീഷണൽ ആയിട്ട്, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒരു കഥ എഴുതാൻ അല്ലെങ്കിൽ യാത്രാ വിവരണം, അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എന്താണ് നിങ്ങളുടെ പ്രതികരണ കുറിപ്പ്. അപ്പൊ വെള്ളപ്പൊക്ക ദുരന്തത്തെ കുറിച്ച് ഈ നാടൻ പാട്ട് ഒരു വിദ്യാർത്ഥിയായ നിങ്ങളെ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതേണ്ട ചോദ്യങ്ങളും വരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആലോചിക്കാനുള്ള സമയം വേണം. അപ്പൊ നമ്മൾ ആ സമയങ്ങളൊക്കെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചോദ്യത്തിന് ഉത്തരം എഴുതാനും. അപ്പോൾ ഇതിന് ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവില്ല, വളരെ എളുപ്പം തന്നെയായിരിക്കും എക്സാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞത് വെള്ളം പൊങ്ങുമ്പോൾ എന്ന പാഠഭാഗമാണ്. നമ്മൾ ഓരോ പാഠഭാഗത്തിൻ്റെയും വരാവുന്ന ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റീസിന് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷിൻ്റെയും കേരള പാഠാവലിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നമുക്ക് അടുത്തത് കളിക്കിടയിൽ, അതേപോലെ തന്നെ മീനും ഞാനും എന്നീ 2 ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.